സെറ്റപ്പ് ഒക്കെ അല്ലേ? ഇത് അടിപൊളി, ഒന്നും പറയാനില്ല. ഞാൻ വിചാരിച്ചു നമ്മുടെ ഫസ്റ്റ് നമ്മളൊരു ക്വിക്ക് ഇൻട്രോ കൊടുക്കാം നമുക്ക്. സോ ഹായ്, ഐ ആം മുഹമ്മദ് തൊയ്ബ്. ഹായ്, ഐ ആം റിയാൻ റോഷൻ. സോ ഫങ്കിലെ ക്രിയേറ്റീവ് ഹെഡാണിത്. ഓക്കെ, ദ മെയിൻ തല. ആൻഡ് എനിക്ക് തൊയ്ബിനെ പറ്റി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊയ്ബാണ് ഓൾ ഇൻ ഓൾ. ആ ചിരിയിലുണ്ടെല്ലാം കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. സോ നമ്മൾ വലിയ പ്രൊഫഷണൽ പോഡ്കാസ്റ്റും കാര്യങ്ങളൊന്നും അതൊന്നും അങ്ങനത്തെ നമ്മൊന്നും വേണ്ട. നമുക്ക് പ്രൊഫഷണൽസ് നമുക്ക് വർക്കിൽ മാത്രമേ ഉള്ളൂ. ആൻഡ് ദിസ് വിൽ ബി റിയൽ. നമ്മൾ ഹെക്ടിക് ആയിരിക്കുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ചിറ്റായിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്ഫുൾ ആക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച ഒരു ഇതാണ്. നമ്മൾ ആൾക്കാർക്ക് കൂടുതൽ മനസ്സിലാക്കാനും പറ്റും. അതെ, ആൻഡ് നമ്മൾ എന്താ ചെയ്യുന്നത് ആൾക്കാർക്ക് അതന്നെ മൊത്തത്തിലെല്ലാം നമ്മളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ഫൺ ടോക്ക് നിങ്ങളേക്ക് എത്തിക്കുക. That's it. അത്രേ ഉള്ളൂ. ഒരു ഡാപ്പ്. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ആൾക്കാർക്ക് നമ്മൾ ഫങ്ക് ആ ഒരു ബേസിൽ നമുക്ക് അറിയാം, അല്ല അവർക്ക് നമ്മളെ അറിയണത്. പക്ഷെ ഇതിന്റെ മുമ്പ് നമ്മൾ കുറേ അധികം പരിപാടികൾ ചെയ്തിട്ടുണ്ട്. കുറെ ആൾക്കാർക്ക് അറിയാത്ത കുറേ അധികം എനിക്കറിയാം. ഞാൻ അതിനെ കുറിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതാ ഒന്നുകൂടി നല്ലത്. നമ്മൾ ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ IELTS പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നിട്ടാണ് കൊറോണയും കാര്യങ്ങളൊക്കെ വരുന്നത്. കൊറോണ വരുമ്പോൾ തന്നെ ആ ഒരു ടൈമിലാണ് നമ്മുടെ ഫസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ബിസിനസ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിന് പേരിട്ട് ഡേ സ്റ്റോർ എന്നായിരുന്നു പേര്. ഡേ സ്റ്റോർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറി സർവീസ് ആയിരുന്നു. കൊറോണ ടൈമിൽ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയപ്പോൾ ആ സമയത്ത് ചങ്ങരോളം എടപ്പാളി ഈ ഒരു ഭാഗത്ത് ഫസ്റ്റ് ഫിഷൊക്കെ ഉണ്ടല്ലോ, ഫിഷ് ക്ലീൻ ചെയ്തിട്ട്, അതായത് എനിക്ക് തോന്നുന്നു 2019 ആ ടൈമാണ്. 2019-20 ടൈമിൽ 2020 ടൈമിൽ ഞാനും ഷാനിബും പാടെ അനസ് സയല് ഞങ്ങളെല്ലാവരും പാടെ എന്ത് ചെയ്ത് ഫിഷിന്റെ സ്റ്റാർട്ട് ചെയ്ത്. അത് ഭയങ്കര കോമഡി ചെയ്ത്. നമ്മള് കുറച്ച് പേർക്ക് അറിയാം. കാരണം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ സമയത്ത് തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഓർഡർ എടുക്കണല്ലോ. നമ്മളെല്ലാവർക്കും രാവിലെ മീൻ മേടിച്ചു, അല്ലെങ്കിൽ മീൻ നമ്മൾ കൂടുതൽ നേരത്തെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട്. ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ചെക്കന്മാര് മീൻ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പേഴ്സണലി എനിക്ക് ഇങ്ങനെ ഒരു സംഭവത്തേക്ക് നിങ്ങൾ എത്തിയാലോ, ചിന്തിച്ചാലും ഇങ്ങനെ ചെയ്യാനുള്ള ഞാൻ വിചാരിച്ചത്. അത് ചെയ്യേണ്ട ഒരു കാര്യം. നമ്മള് ആ സമയത്ത് എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പുറത്തിറങ്ങാനൊക്കെ ആയിട്ട്. ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് നമ്മളന്ന് എന്ത് ചെയ്ത് നമുക്ക് കുറച്ചൊന്നുകൊണ്ട് കഴിഞ്ഞപ്പോഴാട്ടോ ഫസ്റ്റ് ഒന്ന് ലോക്ക്ഡൌൺ കഴിഞ്ഞ് ഒന്ന് ഇതാക്കി എത്തിയപ്പോൾ, അതായത് ഒരു ക്വാറന്റൈൻ അപ്പോഴും ഉണ്ട്. ബട്ട് ഈ ഒരു ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ സംസാരിച്ചു. ഒരു രാത്രി പുലർച്ചെ ഞാനും ഷാനും പാടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മളിങ്ങനെ ഒരു പുലർച്ചെ 1 മണി 2 മണി വരെയൊക്കെ സംസാരിക്കും. ഷാനു ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്തു, ഒരു ദിവസം ഇങ്ങനെ ഷാനു പറഞ്ഞു നമുക്ക് ഇവിടെ ഇങ്ങനെ ഷോപ്പുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേണ്ടതെന്നൊക്കെ ഇതിൽ നമ്മൾ പെട്ടെന്ന് എടുത്താൽ നമുക്ക് അങ്ങനെ ഇറച്ചിൻ്റെ ഫസ്റ്റ് മീറ്റിൻ്റെ ബിസിനസ് നമുക്ക് കണ്ട് തുടങ്ങിയാൽ ഫിഷും കൊടുക്കാന്ന് പറഞ്ഞു. ഓക്കെ, അവിടെ ആൾക്കാർക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാന്ന് പറഞ്ഞു. അന്ന് ഫ്രഷ് ടു ഹോം ഒക്കെ ഉണ്ട്, പക്ഷെ കട്ടിയുള്ള ആൾക്കാരൊക്കെ ഇല്ല. അതിക്കൊക്കെ എത്തിയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര കോമഡി. നമ്മൾ ഓരോ വീട്ടിലേക്ക് ഡെലിവറി ചെയ്തതൊക്കെ ഭയങ്കര കോമഡിയാണ്. പക്ഷെ നമുക്ക് കട്ട് ചെയ്യാറില്ല. നമുക്ക് ഇതൊക്കെ 18 വയസ്സായിട്ടുള്ളൂ. നമ്മുടെ 18 വയസ്സായ കുറച്ച് ആൾക്കാർ 4 പേര് നമ്മളെന്ത് ചെയ്ത്, നമ്മൾ ഫസ്റ്റ് ഫിഷ് ഇറക്കി. തലേ ദിവസം രാത്രി എല്ലായിടത്തും നമുക്ക് അറിയുന്ന എല്ലാ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കും വിളിച്ചിട്ട് നമ്മൾ ഇങ്ങനെ നാളെ മീൻ മേടിക്കണ്ട, നമ്മൾ കൊടുന്നേരം നമ്മളിങ്ങനെ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടൊക്കെ കൊടുത്തത്. അപ്പോൾ വീട്ടുകാര് ഹാപ്പി ആവില്ലേ, കട്ട് ചെയ്ത് ഫിഷ് കൊടുത്ത് നേരെ കൊണ്ടേ കറി വെക്കല്ലോ, പൊരിച്ചാൽ അങ്ങനെ. പക്ഷെ അപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നില്ല. നമ്മളിത് തൂക്കുന്നൊരു മിഷൻ പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ എങ്ങനെ തൂക്കിയിരുന്നത്? അത് നമ്മൾ രാവിലെ 5:30 ആകുമ്പോഴത്തേനും മീൻ വരും. മീൻ വന്നിട്ട് നമ്മൾ എന്ത്, നമ്മുടെ ഫ്രണ്ടിന് ഒരു പച്ചക്കറി കട ഉണ്ടായിരുന്നു. അപ്പൊ ഈ പച്ചക്കറി കടയത്തെ സ്കെയിലർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് രാവിലെ ഒരു 5:30-6 മണിയാകുമ്പോൾ ഫിഷ് എത്തി. നമ്മൾ ഓർഡറിനനുസരിച്ച് തലേ ദിവസം രാത്രി എടുത്ത ഒരു 60 ഓർഡർ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് 60 ഓർഡറും പാക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് ഒരു എക്സ്ക്യൂസ് ഇടാന്ന് വിചാരിച്ചു, എങ്ങനെയും ഒന്ന് ചെയ്യണം എന്ന്. അന്നത്തെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് എങ്ങനെയും ഇതൊന്ന് ചെയ്ത് കൊടുക്കണം, ഒറ്റ മൈൻഡ് ഉണ്ട്. പിന്നെ അങ്ങനെ ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്ത് രാവിലെ 5:30 6 മണിയാകുമ്പോൾ ഇരിക്കും. അനസൊക്കെ അന്ന് ഐസിന്ന് മീൻ വാരിയിട്ട് കൈയൊക്കെ മരവിച്ചിരുന്നിട്ടുണ്ട് അയാള്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത്, എന്നിട്ട് പാക്കറ്റിലാക്കിയിട്ട് കട്ട് ചെയ്ത് പാക്കിങ്, അതായത് നോർമൽ പാക്കിങ് ചെയ്ത് പ്ലാസ്റ്റിക് കവർ പാക്ക് ചെയ്തിട്ട് നമ്മൾ ഓരോ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ അത് ഭയങ്കര, അങ്ങനെ ഒരു വീട്ടിലേക്ക് എത്തിയപ്പോൾ അവർ നിങ്ങൾ കട്ട് ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞിരുന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി. പിറ്റേ അങ്ങനെ എന്ത് ചെയ്ത് നമ്മൾ അന്ന് തന്നെ തോന്നുന്നു നിങ്ങൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ തരാണ് ഓർഡർ ചെയ്തത്. അത് നമ്മുടെ ഫ്രണ്ട് വിളിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തു. പിന്നെ അവിടെ ചെന്നപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തിട്ടല്ലേ കൊടുക്കാൻ പറ്റും. അങ്ങനെ കട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ എന്ത് ചെയ്തു, എൻ്റെ ഉമ്മ അപ്പം തന്നെ നമുക്ക് വേണ്ടി ഇതൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ കട്ട് ചെയ്ത് തന്നിട്ട് നമ്മളത് അങ്ങനെ ഡെലിവറി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര ആലോചിക്കുമ്പോൾ അന്നത്തെ സമയത്ത് ഒരു പ്രോഫിറ്റ് എങ്ങനെയായിരുന്നു, ഒരു ഡേ അല്ലെങ്കിൽ എല്ലാണ്ട് അക്കൗണ്ട്സിൽ നമുക്കൊരു ബോക്സ് ഒന്ന് കുഴപ്പമില്ലാത്തൊരു
600 രൂപ 700 രൂപന്റെ അടുത്ത് ആ ഒരു പ്രോസസ്സ് അധിക കാലം കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോഴാണ് പിന്നെ നമ്മള് അങ്ങനെ കുറച്ചു കാലം കൊണ്ടുപോയി നമുക്ക് ഇത് എന്ത് ചെയ്യും ഒരു ഷോപ്പാക്കി മാറ്റാന്നുള്ള ഇതായിരുന്നു. വീട്ടിൽ നിന്നും കുറച്ച് പൈസ തന്ന് ഷാനുവിന്റെ ഒപ്പം നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്ത് അങ്ങനെ നമ്മളൊരു ഷോപ്പ് തട്ടിക്കൂട്ടി സെറ്റപ്പ് ചെയ്ത് ഷോപ്പ് ഇപ്പോഴും റെഡി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഷോപ്പ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ പിന്നെയാണ് പെട്ടെന്ന് UK വിസ വരുന്നതും പിന്നെ പോകേണ്ട അത് ഫുള്ള് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ആ സമയത്ത് തന്നെ നമ്മൾ ആപ്പിനെ പറ്റി ചിന്തിച്ചിരുന്നു. അതേപോലെ തന്നെ നമ്മൾ മാർക്കറ്റിങ്ങിനായിട്ട് ടീമിനൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനെ തന്നെ അന്നത്തെ കാലത്ത് ബിസിനസ് തുടങ്ങാതിരിക്കും ഓരോരുത്തർ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള പരിപാടിയാണ്. നമുക്ക് ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ആപ്പിന് നമ്മുടെ ഫ്രണ്ട് CMA പഠിച്ചിരുന്നു, സോറി BCA പഠിച്ചിരുന്നിടത്ത് അവനെ കൊണ്ട് ഷാഹിദ് അനസിന്റെ കസിൻ ഷാഹിദിനെ കൊണ്ട് എന്ത് ചെയ്ത് നമ്മളെ ആപ്പ് ബിൽഡ് ചെയ്ത് നമ്മൾ ഫ്രണ്ട് എൻഡ് ഫുള്ള് സെറ്റപ്പ് ചെയ്തെടുത്ത് എന്നിട്ട് അതിലുണ്ടായിരുന്നു ലൈക് സാഡൈൻ മത്തി കിലോ ഇത്ര റേറ്റ് നമ്മൾ ഇന്റർഫേസ് ഒക്കെ അന്ന് ആ ഒരു സമയത്ത് നമ്മൾ അതിനെ കുറിച്ച് ചെയ്തു. ഷാനിബാണ് മാസ്റ്റർ മൈൻഡ് അതിന്റെ ഒക്കെ. അപ്പോൾ അതിനെ കുറിച്ച് നമ്മൾ സെറ്റ് ചെയ്തു ബ്രെയിൻ ദ കോർ. പിന്നെ അങ്ങനെ UK പോയി. പിന്നെ അങ്ങനെ UK സ്റ്റഡീസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ടൈമിൽ പിന്നെ എങ്ങനെയാണ് ഈ ഫംഗ് സ്റ്റുഡിയോസിലേക്ക് എത്തിയത്? അതിലേക്ക് ഞാൻ എത്താം. കട്ട് ചെയ്തോ.